ഞാൻ കിഴക്കേ കാട്ടിൽ നിന്നാ ഈ കാട്ടിലെ വൈദ്യരെ കാണാൻ വന്നതാ. വൈദ്യരെ കാണിക്കാം. ആരാ സൂത്ര ഇത്? ഇത് ഞാനാ. വൈദ്യരെ കാണാൻ പോയാലോ? ഹേ, ചേട്ടനെ പോലെ ഒരു കുറുക്കനെ ഇപ്പൊ ഇവിടെ കണ്ടല്ലോ. ഹേ, എപ്പോ? ആരാ സൂത്ര ഇത് എന്ന് ചോദിച്ചു വന്നു. ആ കടുവ തന്നെയാ ഈ കടുവ. പിന്നെ അതുപോലെ ഒരു കുറുക്കൻ. ഇതിപ്പോ മൂന്നാമത്തെ കുറുക്കനാ ഇതേ ചായയിൽ. സൂത്ര, എന്തോ പ്രശ്നമുണ്ടോ? കുഴഞ്ഞ കേസാ. വൈദ്യരെ കാണിക്കാം. വൈദ്യരെ, ഓരോ തവണയും പുതിയ ആളെ കാണുന്നത് പോലെയാ പുള്ളിയുടെ പെരുമാറ്റം. അതുകൊണ്ടാ കണ്ണു മൂടി കൊണ്ടുവന്നത്. മനസ്സിലായി. ഇതൊരു അപൂർവ അസുഖമാ. ആരെ കണ്ടാലും പുതിയ ആളാണെന്നേ ഇവർക്ക് തോന്നൂ. പക്ഷെ മുൻപ് കണ്ടതൊക്കെ ഓർമ്മയുണ്ടാവുകയും ചെയ്യും. നോക്കട്ടെ, കണ്ണു തുറന്നോളൂ. ഇതാണോ വൈദ്യര്? അതെ, ഇതാണ് മൂങ്ങ വൈദ്യർ. ഹേ, ഇവരെ പോലെ 2 പേരാ എന്റെ കണ്ണു മൂടിയത്. പറയൂ, എന്താണ് അസുഖം? ഹേ, താങ്കളെ കണ്ടാൽ മൂങ്ങ വൈദ്യരെ പോലെ ഉണ്ടല്ലോ. അതെ, ഞാനും മൂങ്ങ വൈദ്യരാ. എന്റെ കാട്ടിലെ കുറെ പേർക്ക് കാലിൽ വേദന, നീല നിറത്തിൽ പാടും കാണാം. കുറെ പേർക്കെന്ന് പറഞ്ഞാൽ ഒരു 10-50 പേർക്ക് ഇതേ അസുഖമാ. മൂക്കം കുന്നിലെ പൊക്കമുള്ള മരത്തിന്റെ ചില്ലകൾ ചതച്ചു തിന്നണം, അതാണ് മരുന്ന്. 10-50 പേർക്ക് കുറെ വേണ്ടി വരും. നിങ്ങളൊന്ന് സഹായിക്കൂ. ശരി വൈദ്യരെ. എന്റെ അമ്മേ, ചില്ലയൊടിച്ച് എല്ലൊടിഞ്ഞു. ക്ഷമിക്കണം സൂത്ര, മരുന്ന് ഒരാൾക്ക് മതി. രോഗി ഇതാ നേരിട്ട് വന്നു. ഒരാളോ? 50 പേർക്കെന്ന് പറഞ്ഞിട്ട്? ഇവനല്ലേ പറഞ്ഞത്? ഇവൻ എന്റെ അയൽക്കാരനാ. എന്നെ തന്നെയാ ഇവൻ 50 തവണ കണ്ടത്. ഹേ, ഇവരെ പോലെ 2 പേർ നേരത്തെ ഇവിടെ